എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഷാജിയെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഷാജിയെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചു ഷാജിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അത് വിചാരിക്കാൻ കാരണം മറ്റൊന്നുമില്ല, ഷാജി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളോട് 100%, ഏതാണ്ട് ഒരു 90% ഞാൻ യോജിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിയോട്. അത് അങ്ങനെ ഞാൻ പറയുമ്പോൾ വേറെ ചിലരെങ്കിലും വേറെ ചിലർ അവർ വിചാരിക്കും, മുമ്പ് ഞാൻ ഷാജിയെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്ത സമയത്തിന് ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് എന്നെ കുറേ ഭീഷണിപ്പെടുത്തുന്ന കണക്കൊക്കെ അവളുടെ ചാനലിൽ അവളിട്ടും കൊണ്ടാക്കി. അപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവും അത് കേൾക്കുകയാണെങ്കിൽ അത് കാരണം ഞാൻ ഷാജിയെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാത്തത്, ഞാൻ ഈ പുള്ളിക്കാരത്തെ പേടിച്ചിട്ട് ഇപ്പോൾ ഷാജിക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തതായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പുള്ളിക്കാരത്തി ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെ ആരെയും പേടിച്ച് മാറിയിരിക്കുന്നൊരു വ്യക്തി അല്ല ഞാൻ. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. ഞാൻ എൻ്റെ കൊണ്ട് പറയുന്നത് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നീട് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന ഒരു വ്യക്തിത്വം അല്ല എൻ്റേത്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പച്ചയ്ക്ക് പറയും. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്, ആ ഒരു രീതിയിൽ പറയും. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഷാജിയെക്കുറിച്ചിട്ട് ഞാൻ അനുകൂലമായൊരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ അത് മറ്റൊന്നിനുമല്ല, ഷാജി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുള്ള തരത്തിലുള്ളത് ആയതുകൊണ്ട് മാത്രം. ഷാജി ആണെങ്കിലും മറ്റാരാണെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ അവരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് കാണുകയാണെങ്കിൽ നമ്മളതിനെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു തർക്കവുമില്ല എന്ന് കരുതി ഒരാൾ ചില നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവരെ വെറുതെ ചെന്ന് ഞോണ്ടി വിമർശിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഷാജി പറയുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഷാജി ഒരു ടൂറിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ കറങ്ങി അടിച്ച് ചുറ്റിയടിച്ച് അടിപൊളിയായിട്ട് ജോളിയായിട്ടാണ് പുള്ളിക്കാരത്തി പോയത്. കുട്ടികളൊന്നുമില്ല, ഒറ്റയ്ക്കാണ് പോയത്. അതിന് പിന്നിലൊരു കാര്യമുണ്ട്. കുട്ടികളെ കൂടാതെ ഇവർ പോയത് പലരും പറയുമായിരിക്കും, കുട്ടികളില്ലാതെ ഇവൾ കറങ്ങാൻ പോയി എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അവർ പറയുന്നുണ്ട്, അത് ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്, ഒരു പാസിന് 750 രൂപയാണ് ഒരാൾക്കുള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി പാസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് രൂപയാകും. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോയത്. പിന്നീട് ഇങ്ങനെ പോയി വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ അവർ സാധാരണയായിട്ട് ലൈവ്, പിന്നീട് അതുപോലെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, ഇതൊക്കെയല്ലേ സ്ഥിരമായിട്ട് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അതിനൊരു ചേഞ്ചും കൂടിയൊക്കെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്തായാലും നമുക്ക് വലിച്ചു നീട്ടേണ്ട, ഷാജിക്ക് പറയാനുള്ളത് കേൾക്കാം. നമ്മളൊരു യൂട്യൂബറാണ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് പല സ്ഥലങ്ങളും കാണാനും വീഡിയോസ് എടുക്കാനും അത് എന്താ പറയാ എക്സ്പ്ലോർ ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളുടെ വീഡിയോസ് ഇടാനും ഇതൊക്കെ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യണതല്ലേ. ഇപ്പൊ എവിടെയൊക്കെ എല്ലാ യൂട്യൂബേഴ്സും ഇറങ്ങുന്നുണ്ട്. സത്യം നമുക്ക് മാത്രം ഇങ്ങനെ കമന്റ് ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരു എന്താ പറയാ ബാഡായിട്ട് എന്തെങ്കിലും ഒന്ന് ഇതാക്കി കണ്ടു പറഞ്ഞാൽ പിന്നെ എപ്പോഴും എന്താ പറയാ അതിന്റെ പിന്നാലെ ഫുൾ ബാഡ് കമന്റ്സ് ഇടുന്ന സ്വഭാവമാണ് ഓരോരുത്തർക്ക്. എന്താ പറയാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിന് ക്യാഷ് എവിടെ നിന്നോ അങ്ങനെ ഇങ്ങനെ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള വരുമാനം എനിക്കിതിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വീട്ടിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ ഇതേപോലെ ഇങ്ങനെ നമ്മള് ഓരോ അപ്പൊ എവിടെ പറഞ്ഞു വെച്ചത്, ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരനോട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എന്ത് വീഡിയോ ഇട്ടാലും ഇപ്പൊ ബാഡായിട്ട്. എന്നിട്ട് പിന്നെ ഇവര് പറയുന്നത് എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമല്ല, നിന്റെ ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയും. എന്നിട്ട് കമന്റ് ഇടാനായിട്ട് കയറി വരും. അപ്പൊ കമന്റ് ഇടുന്നത് ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നത് വീഡിയോ നോക്കിയിട്ടാണല്ലോ ഇവര് കമന്റ് ഇടുന്നത്. അപ്പൊ ഈ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ നമ്മളൊരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ആ ഭാഗത്തേക്ക്, ഞാനൊരാളിനായിട്ട് എനിക്കിപ്പോ ഒരാളിനായിട്ട് ഇതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. കാരണം നമുക്ക് അവരിനായിട്ട് ആവില്ല എന്ന് വെച്ചാല് നമ്മൾ ആ ഭാഗം തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണത്? അത് ഷാജി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരാളെ ഇഷ്ടം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാനലിൽ കയറി കമൻ്റ് ഇടുന്നവരെ കാര്യമാണ് കേട്ടോ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കാര്യമില്ല. നമുക്കൊരാളെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവരുടെ ചാനലിൽ കയറി അനാവശ്യമായിട്ട് കമൻ്റ് ഇടാൻ നിൽക്കണ്ട. നമ്മൾ ആ ചാനൽ കാണാതിരുന്നാൽ പോരെ.
അപ്പോൾ നമുക്ക് എന്തിനാണ് ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ പലരും വന്നിട്ട് വീഡിയോ കുറ്റം പറഞ്ഞിട്ട് കമൻ്റ് ഇടാറുണ്ട്. അവരെ ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് അവർക്ക് അതിനുള്ള വോയിസ് ഉണ്ട്. നമ്മൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ അങ്ങനെ പലർക്കും ബാഡ് കമൻറ്റ് ഇടണം എന്നുള്ളവർ അങ്ങനെ ഇടും. പക്ഷേ തെറി കമൻറ്റ് ഇടുന്നവരെയാണ് നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ഇഷ്ടമല്ലെങ്കിൽ കയറി വരണ്ട. റിയാക്ഷൻ വീഡിയോ ചാനലാണ് എന്നറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തള്ളിപ്പിടിച്ച് വരേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഇവരുടെ കാര്യമാണെങ്കിലും ഇവരുടെ ചാനലിൽ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ ഇവരുടെ ചാനലിലേക്ക് പോവാതിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നമുക്ക് ഒരാളുടെ നെഗറ്റീവ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ നെഗറ്റീവിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ സംഭവം എന്നെ ഇഷ്ടമല്ല എന്നും പറയുന്നു, എന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടും ചെയ്തു, നിന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമല്ല, നിന്നെ ഇതാക്കുന്നു. അപ്പൊ പിന്നെ എന്റെ വീഡിയോസ് കാണാണ്ടിരുന്നൂടെ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് കമന്റ് ഇടാനായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്ത് മനുഷ്യന്മാരാണ് നിങ്ങള്. പിന്നെ ഞാൻ പറഞ്ഞാല് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ എന്റെ മക്കളെ കരകയറ്റണം, അതിനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാല് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കോപ്രായം കെട്ടി വീഡിയോസും കാര്യങ്ങളും ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് ഇതാക്കണമെന്നോ എനിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു എന്റെ പിക്കുള്ള ടൈമിൽ 15 വർഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് വീഡിയോ ഇട്ടിട്ടല്ല ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതാക്കണം. പക്ഷെ ഇപ്പോൾ എന്റെ ഒരു എന്താ പറയുക, എന്റെ ഒരു മക്കളുടെ കാര്യം, എന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കണം. അപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്ന ഒരു സംഭവത്തിൽ ഞാൻ ഇറങ്ങി. അപ്പൊ ഇനി പണിക്ക് പോയിക്കൂടെ എന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പണിയാണ്. കാരണം ഈ ഒരു വീഡിയോ ഒരിക്കലും എഡിറ്റ് ചെയ്യലും അതിന് വോയിസ് ഓവർ കൊടുക്കലും ഓരോ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അതൊരു എന്താ പറയുക പണിയല്ലാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഓരോ യൂട്യൂബേഴ്സും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നത് അവരുടേതായ പണിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്താ പറയാ, നിങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ന്യൂസും കാര്യങ്ങളും കിട്ടുന്നത്, പൈസക്ക് സമ്മതിച്ചു. പക്ഷെ ഇതിൽ പിന്നെ ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും വെറുതെ ഫോണും അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇടുമ്പോഴേക്കൊന്നും നമുക്ക് റീച്ചിങ് കിട്ടില്ല, നമ്മൾ യൂട്യൂബർ ആവില്ല. അപ്പൊ ഇതൊരു പണിയാണ്. അപ്പൊ നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നു ഇവിടെ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ആരാണ് ഇവിടെ. അത് ശരിയാണ്. പലരും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിനക്ക് വേറെ പണിയില്ലേടി, നിനക്ക് വേറെ പണിക്ക് പൊയ്ക്കൂടെ, നീ പോയി തൊഴിലുറപ്പിന് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്കും പറയാനുള്ള ഒരു കാര്യമാണ്, ഇത് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പണിയാണ്. ഇതൊരു പണി ആയതുകൊണ്ടാണല്ലോ മാസം കറക്റ്റ് വേതനം യൂട്യൂബ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നതിന് നമുക്ക് യൂട്യൂബ് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള പൈസ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കമൻ്റ് ഇടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിണ്ണാക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ലാതിരുന്നിട്ടാണ് ബാഡ് കമൻ്റ് ഇടുന്നത്. ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളെ കുറിച്ചിട്ട്, തെറി കമൻ്റൊക്കെ ഇടുന്ന ആളുകളെ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്, അല്ലാതെ എല്ലാവരുടെയും കാര്യമല്ല. നിനക്കൊക്കെ വേറെ പണിയില്ലേടി, നിനക്കൊക്കെ വേറെ പണിയില്ലേ, തൊഴിലുറപ്പിനൊക്കെ പൊയ്ക്കൂടെ എന്നൊക്കെ പറയുന്ന കമൻറ്റോളികളുടെ കാര്യമാട്ടോ ഈ പറയുന്നത്. നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരാൾക്കാരുടെ ഇതാക്കിയിട്ടല്ല പോകുന്നത്. എല്ലാ ആൾക്കാരും ഒരാൾക്കാരുടെ ചിത്രത്തിൽ ഞാൻ കണ്ണൂർ പോയി, ഞാൻ കാസർഗോഡ് പോയി ഞാൻ വന്നു. അപ്പോൾ പറയും അവിടെ സർപ്പലി ഗൾഫിൽ വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് പോകുന്നത് അങ്ങനെയൊക്കെ. ഞാൻ പറയട്ടെ, ഒരാളെ എന്തെങ്കിലും ഒരു എന്താ പറയുക അറിയാണ്ട്, ഞാൻ പറഞ്ഞാൽ സർപ്പലിൻ്റെ കാര്യം തന്നെ അറിയാണ്ട് വന്നു പോയ തെറ്റാണെങ്കിൽ, കാരണം ഞാനത് എന്താ പറയുക തിരുത്താൻ പറ്റാത്തൊരു സംഭവമായിട്ടുണ്ട്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാൻ വേണം വെച്ച് ചെയ്തില്ല, അതും ഞാൻ സാഹചര്യം കൊണ്ട് ചെയ്തു പോയ ഒരു സംഭവമാണ്. അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. ആ തെറ്റിനെ ഞാൻ തിരുത്തി ശരി പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ തെറ്റിൻ്റെ തലയിൽ വെച്ച് കേട്ടത്. അത് ശരിയാണ്. ഷറഫ് അലിയുടെയൊക്കെ ആ ഒരു കേസ് കെട്ടും സംഭവങ്ങളും ഇടയ്ക്ക് വെച്ച് ഷാജിദ എയറിൽ തന്നെയായിരുന്നു. പിന്നീട് അതൊക്കെ അങ്ങ് വിട്ട് ഇപ്പോൾ പുള്ളിക്കാരത്തി അത്യാവശ്യം മര്യാദയ്ക്ക് നല്ല അടങ്ങി ഒതുങ്ങി ഒക്കെയാണ് നിൽക്കുന്നത്. ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ ക്രൂശിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഷാജിയെ ഞാനാണെങ്കിലും വിമർശിക്കും, വീഡിയോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നല്ലത് കാണിക്കുമ്പോൾ നല്ലതെന്ന് പറയും, മോശം കാണിച്ചാൽ മോശം എന്നേ പറയാൻ പറ്റൂ. ഒരു വൃത്തികെട്ട ചിന്ത അത് നിങ്ങൾ മാറ്റിയെടുക്കണം. പിന്നെ ഞാനൊരു പെണ്ണാണ്, ഒരു 5 ദിവസം അല്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണ് പ്രസവിച്ച് ഉടനെ തള്ളേ ഓരോരുത്തർ പറയുന്നത് നീ ജീൻസും ടോപ്പ് ഇട്ട് അങ്ങനെ ഇങ്ങനെ. ഞാൻ എൻ്റെ പ്രായം 32 വയസ്സ് 33 വയസ്സായിട്ടുള്ളൂ. എൻ്റെ ഇപ്പോഴത്തെ പ്രായത്തില് ഇങ്ങനെ ഓരോ അമ്മച്ചിമാരായിട്ട് നടക്കും, അതിന് മീനമില്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് മക്കളായി ഹസ്ബൻഡ് മച്ചു പറഞ്ഞിട്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങളിൽ മാറ്റി നടത്തേണ്ട ആവശ്യമില്ല. നിൽക്കാൻ മച്ചിട്ട് ഏകദേശം 1.5 വർഷത്തോളായി ഇരിക്കുന്ന നിന്റെ ഹസ്ബൻഡ് കബറിൽ ഇറക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ
അത് അവർക്ക് അതാണ് പറയുന്നത്, അവർക്ക് 10-32 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വത്തിനനുസരിച്ചാണ്. അതിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അവരിപ്പോൾ ജീൻസ് ഇട്ടെന്നും പറഞ്ഞിട്ടാ ടോപ്പിട്ടെന്ന് പറഞ്ഞിട്ടാ നമുക്ക് അതിലിടപെടേണ്ട ഒരു കാര്യമില്ല. അത് അവരുടെ കാര്യം, അവരുടെ മക്കൾ, അവരുടെ കുടുംബം, അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ അവർ വൾഗറായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ട് നമ്മൾ കാണാറില്ല. ഷാജി വൾഗറായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെയും. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരെ ഒരു ചട്ടക്കൂടിനകത്താക്കി നിർത്തിയിട്ട് 5 കുട്ടികളുടെ ഉമ്മയല്ലേ എന്നുള്ള ആ ഒരു പദവി എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് അവർ മോഡേൺ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ കുറ്റമായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പിള്ളേരൊക്കെ മുതുക്കികൾ വരെ നടക്കുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയ്യേന്നാക്കി പോവും. ആ ഒരു രീതിയിലാണ് നടക്കുന്നത്. എന്തായാലും ഈ ഒരു പെൺകുട്ടി ആ ഒരു രീതിയിലൊന്നും നടക്കുന്നില്ല. അങ്ങനെ ആ ഒരു രീതി നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് ആ കുട്ടി നോക്കേണ്ട കാര്യമില്ല ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ. കാരണം അവർ മോശമായിട്ട് വസ്ത്രം ധരിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്കതിൽ പറയേണ്ട കാര്യമില്ല. നാളൊരു സമയം മോശമായിട്ട് വസ്ത്രം ധരിച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ റിയാക്ട് ചെയ്യും. അത് വേറൊരു സത്യം. എല്ലാവരും നാളെ കബറിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും കൊണ്ടാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ എന്റെ കബറിൽ ഞാൻ ഏറ്റു വന്നു. നിങ്ങൾ ചെയ്ത ശിക്ഷ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ പറയാ, തെറ്റ് ചെയ്തതിനെക്കാട്ടി കൂടുതലാണ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. കാരണം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എന്താ പറയാ തെറ്റുകൾ അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ് കൂടുതൽ. അതാരും ഇതാക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്തിനാ ഇത്ര വേവലാതിപ്പെടുന്നത്? ഞാൻ എവിടെ പോയാൽ അവിടെ കാണാൻ പോലെ കാണാൻ പോലെ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. എനിക്ക് വേണ്ടിയിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ. എന്റെ മക്കൾ എന്നെ ഇപ്പൊ കുറച്ചായിട്ട് വീഡിയോസ് വന്നപ്പോൾ തന്നെ എന്റെ മക്കൾ എന്താ വീഡിയോ ഇടാത്ത, എന്താ വീഡിയോ ഇട്ടാൽ വീഡിയോ ഇടാത്തില്ല ചോദിച്ചാൽ അവർ പറഞ്ഞു. അപ്പൊ പറയില്ല, അവരെനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എന്റെ മക്കൾ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇതൊരു ജീവിതമാർഗ്ഗം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്യാതെ ഈ ലോകത്ത് ആരും ഇതിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാരും എന്തെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. അങ്ങനെ തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ ഞെട്ടിയോ വേറെ ഉള്ളതോ അല്ല, നമുക്ക് മലക്കളോ അല്ല. നമ്മൾ തെറ്റുകൾ വരും. മനുഷ്യന്മാർക്ക് തെറ്റ് സംഭവിക്കും. അത് നമ്മൾ തിരിച്ച് നമ്മുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചോട്ട് ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയാ ഏത് സമയം അവളങ്ങനെയാണ് അവളിങ്ങനെയാണ് അവൾക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ എങ്ങനെ ഈ പറയുന്ന ആൾക്കാർ നമുക്ക് കൊണ്ടുവന്ന് തരുന്നില്ലല്ലോ. നമ്മൾ തന്നെ ജീവിക്കണ്ടേ, ഞാൻ എന്റെ മക്കൾ തന്നെ ജീവിക്കണ്ടേ. അപ്പൊ അത്രയ്ക്ക് ഉള്ളൂ. ഞാനത് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർ തന്നു. ഭയങ്കര സന്തോഷം. ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ടോ. നല്ല സ്നേഹമുള്ള ആൾക്കാര്. കാരണം ഇപ്പൊ ഗിഫ്റ്റ് തന്നോണ്ട് നല്ല നമ്മള് അങ്ങനെ ഒരു ഇതാണെന്ന് പറഞ്ഞപ്പോ അവരെന്നെ നമ്മളെ എങ്ങനെയാണ് അറിയാം അംഗീകരിക്കുന്നത്. ഹായ് മാഡം വരൂ എന്നെല്ലാം പറഞ്ഞിട്ട്. അത്രയ്ക്ക് ഉള്ളൂ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അവർ പറയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ മറ്റുള്ളവരെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഈ കമൻ്റ് ഇടുന്നവർ നമുക്ക് കമൻ്റ് ഇടുന്നവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും എടുത്ത് നിങ്ങൾക്ക് കമൻ്റ് ഇടാം. അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ തെറി വിളിച്ച് കമൻ്റ് ഇടുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തെറി കമൻ്റ് ഇടാനായിട്ട് മറ്റൊരാളുടെ ചാനലിലേക്ക് ചെല്ലുന്നത് വരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു കാര്യത്തിൽ നമുക്ക് ഷാജിദ 100% പെർഫെക്റ്റ് ആണെന്ന് പറയാം. കാരണം 5 കുട്ടികളെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടും 2 കുട്ടികൾ യത്തീംഖാനയിലോ മറ്റോ ആണ്. എന്നാൽ പോലും ഈ 5 കുട്ടികളെ അവർ നോക്കിയിട്ടും ഒരു മനുഷ്യരുടെ അടുത്തും ദാരിദ്ര്യം പറഞ്ഞ് കൈ നീട്ടുന്നില്ല. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പണം അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം നടക്കുന്നു. അത് കഴിയുമ്പോൾ വേറൊരു കാര്യത്തിന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതല്ലെങ്കിൽ ഒന്നും ആവശ്യപ്പെടാതെ ആണെങ്കിൽ പോലും നിരന്തരം യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ദാരിദ്ര്യം അങ്ങനെ ദാരിദ്ര്യം പറഞ്ഞ് ഇവരാരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഷാജി നമ്പർ 1 ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.